Hello everyone, welcome to today's our online class. കഴിഞ്ഞ ക്ലാസ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് നോക്കുന്നത് റിപ്പോർട്ടിംഗ് ഇംപെരേറ്റീവ്സ് ആണ്. ഇംപെരേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, നമ്മൾ റിക്വസ്റ്റ്, ഓർഡർ, കമാൻഡ് അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഇംപെരേറ്റീവ് സെൻറ്റൻസ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെൻറ്റൻസ് നമ്മൾ കൊടുക്കുന്ന നോക്കാം. എനി വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് മേ ബി യൂസ്ഡ് ഫോർ ഇംപെരേറ്റീവ്സ് ആസ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പം ഒരു താഴെ കൊടുത്തിരിക്കുന്ന വെർബുകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്പോർട്ടിംഗ് വെർബായിട്ട്, അതായത് റിപ്പോർട്ട് ഈസ് ഇംപെരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പോർട്ട് വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടെൽ, ആസ്ക്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്, അഡ്വൈസ്, ഏർജ്, വാൺ, റിമൈൻഡ്, ഫോർബിഡ്, എൻകറേജ്, ഇൻവൈറ്റ്. ഇതിലേതെങ്കിലും വെർബുകളൊക്കെ നമുക്ക് സെൻറ്റൻസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഹൗവർ ദ മോസ്റ്റ് കോമൺ റിപ്പോർട്ടിംഗ് വെർബ്സ് ആർ ടെൽ ആൻഡ് ആസ്ക്. അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടെൽ ആൻഡ് ആസ്കിനാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ടെൽ അല്ലെങ്കിൽ ആസ്ക് എന്നുള്ളതാണ് നമ്മൾ ഇംപെരേറ്റീവിൽ ഉപയോഗിക്കുന്നത്. വെൻ ആൻ ഇംപെരേറ്റീവ് കണ്ടെയ്ൻസ് എ റിക്വസ്റ്റ്, ദ റിപ്പോർട്ടീവ് വെർബ് റിക്വസ്റ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ്. നമ്മളൊരു റിക്വസ്റ്റ് ആണെങ്കിൽ ഇംപെരേറ്റീവ് സെൻറ്റൻസ് കമാൻഡ് ആവാം, ഓർഡർ ആവാം ഒക്കെ. പക്ഷേ റിക്വസ്റ്റ് ആണ് ഇംപെരേറ്റീവ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റ് എന്നാണ്. ഇവിടെ ഉദാഹരണം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ദ വെർബ് ഇൻ ദ ഇംപെരേറ്റീവ് ബിക്കംസ് ടു ഇൻഫിനിറ്റീവ് ഇൻ ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെർബിൻ്റെ മുന്നേ ടു ചേർത്ത് കൊടുക്കും. 2+ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക, 2+ വെർബ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ സെയ്ഡ്, ജോണി ഷോ മി യുവർ നോട്ട് ബുക്ക്. അതിന് ഉത്തരം അങ്ങനെ കൊടുത്തുള്ളത് ടീച്ചർ ആസ്ക്ഡ് അല്ലെങ്കിൽ ടോൾഡ്. നമ്മളിവിടെ പറഞ്ഞിരുന്നു ടെൽ, ആസ്ക്, ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ടെൽ ആൻഡ് ആസ്ക് ഇവിടെ കാണാം, ടെൽ ആൻഡ് ആസ്ക്. അപ്പോൾ നോക്കാം. ദ ടീച്ചർ സെയ്ഡ് ജോണി ഷോ മി യുവർ നോട്ട് ബുക്ക്. ദ ടീച്ചർ ആസ്ക്ഡ് ഓർ ടോൾഡ് ജോണി ടു ഷോ. ഷോ മീ എന്നുള്ളത് ടു ഷോ എന്നായി മാറ്റി. ആ ഷോ എന്നുള്ള വെർബിൻ്റെ മുന്നേ നമ്മൾ ടു ചേർത്ത് കൊടുത്തു. ടു ഷോ ഹെയർ ഓർ ഹിം ഹിസ് നോട്ട് ബുക്ക്. ഇവിടെ ഹെയർ ഓർ ഹിം എന്ന് പറഞ്ഞത് ടീച്ചർ ആരാണ് നമുക്കറിയാത്തതുകൊണ്ടാണ് അവിടെ ഹെയർ അല്ലെങ്കിൽ ഹിം എന്ന് കൊടുത്തത്. ഹിസ് നോട്ട് ബുക്ക് എന്ന് ഉദ്ദേശിച്ചത് ജോണിയുടെ നോട്ട് ബുക്ക്. ദ ഹെഡ് മാസ്റ്റർ സെയ്ഡ് ടു ദ പ്യൂൺ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, അതിൻ്റെ ആൻസർ എന്താ കൊടുത്തുള്ളത്? ദ ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ദ പ്യൂൺ ടു പോസ്റ്റ് ദോസ് ലെറ്റേഴ്സ്. ടു പോസ്റ്റ്, പോസ്റ്റ് ദീസ് എന്ന് കൊടുത്തത് പോസ്റ്റ് എന്നുള്ള വെർബിൻ്റെ മുന്നേ എന്ത് ചെയ്തു, ടു എന്ന് ചേർത്ത് കൊടുത്തു. ടു പോസ്റ്റ് ദോസ് ലെറ്റേഴ്സ്. ബ്രിങ് മീ സം കോഫി ഐ സെയ്ഡ്. ആ ഒരു സെൻറ്റൻസ് ബ്രിങ് മീ സം കോഫി അത് നമുക്ക് ഓർഡറായിട്ട് പറയാം. നമുക്ക് പറയുന്നത് ജസ്റ്റ് ഓർഡർ കൊടുക്കാം അല്ലെങ്കിൽ പറയാം. അപ്പോൾ നമുക്കവിടെ മൂന്നെണ്ണത്തിൽ ഏത് ഉപയോഗിക്കാം? ഐ ടോൾഡ് അല്ലെങ്കിൽ ഐ ഓർഡേഡ് അല്ലെങ്കിൽ ഐ ആസ്ക്ഡ് ദ വെയിറ്റർ ടു ബ്രിങ് മീ സം കോഫി. ഷബിന സെയ്ഡ് ടു ദ സെർവൻറ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലീൻ മൈ റൂം. ഷബിന, അവിടെ ഈ ഡോണ്ട് എന്നുള്ള സെൻറ്റൻസ് നമ്മൾ ഇംപെരേറ്റീവിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നോട്ട് ടു എന്നാണ് ചേർക്കേണ്ടത്. ഡോണ്ട് എന്നുള്ള ഡു നോട്ട് എന്നുള്ള സെൻറ്റൻസാണ് വരുന്നതെങ്കിൽ അവിടെ നോട്ട് ടു എന്ന്, നോട്ട് ടു കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ മതി. 2+ വെർബ് നമ്മൾ ഓൾറെഡി ഇംപെരേറ്റീവിൽ ചേർക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 2+ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഡോണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നോട്ട് മാത്രം, ഡു എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നോട്ട് എന്ന് മാത്രം അവിടെ ചേർത്ത് കൊടുത്താൽ മതി. നോക്കാം എന്താണ് സെൻറ്റൻസ് ഉള്ളത്. ഷബിന സെയ്ഡ് ടു ദ സെർവൻറ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലീൻ മൈ റൂം. അപ്പം മുകളിൽ ഷബിന എന്നും താഴെ ഷാഹിന എന്നോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഷബിന ടോൾഡ് ദ സെർവൻറ്റ് നോട്ട് ടു ഫോർഗെറ്റ് ടു ക്ലീൻ ഹെർ റൂം. നോട്ട് ടു ഫോർഗെറ്റ്, ഡോണ്ട് ഫോർഗെറ്റ് എന്നുള്ളത് എന്തായി, നോട്ട് ടു ഫോർഗെറ്റ് എന്നായി മാറി. നോട്ട് ടു ഫോർഗെറ്റ് ടു ക്ലീൻ ഹെർ റൂം. നോക്കാം. പ്ലീസ് ഗീവ് മീ സം വാട്ടർ ദ ബഗർ സെയ്ഡ്. ഇവിടെ ബഗർ അത് റിക്വസ്റ്റ് ആക്കാം അല്ലേ. ദ ബഗർ റിക്വസ്റ്റഡ് മീ ടു ഗീവ് ഹിം. പ്ലീസ് ഗീവ് മീ എന്നല്ലേ, ടു ഗീവ് ഹിം ഓർ ഹെർ. ബഗർ സ്ത്രീയാണോ പുരുഷനാണോ നമുക്കറിയില്ല, അതുകൊണ്ടാണ് ഹിം ഓർ ഹെയർ ഉപയോഗിച്ചിട്ടുള്ളത്. ദ ബഗർ റിക്വസ്റ്റഡ് മീ ടു ഗീവ് ഹിം ഓർ ഹെയർ സം വാട്ടർ. വർക്ക് ഹാർഡ് ദ ടീച്ചർ സെയ്ഡ്. അടുത്ത സെൻറ്റൻസ് ആണ് വർക്ക് ഹാർഡ് ദ ടീച്ചർ സെയ്ഡ്. ദ ടീച്ചർ അഡ്വൈസ്ഡ് മീ ടു വർക്ക് ഹാർഡ്. അവിടെ അഡ്വൈസ് ആണ്, വർക്ക് ഹാർഡ് എന്നുള്ള അഡ്വൈസ് ആണ്. അതൊരു ഓർഡർ അല്ല, അത് റിക്വസ്റ്റും അല്ല. എന്താണ് അഡ്വൈസ് ആണ്, ടീച്ചർ കൊടുക്കുന്ന അഡ്വൈസ് ആണ്. അതുകൊണ്ടാണ് ടീച്ചർ അഡ്വൈസ്ഡ് മീ ടു വർക്ക് ഹാർഡ്. പ്ലീസ് ഡോണ്ട് സ്മോക്ക് ഇൻ മൈ റൂം രാഹുൽ സെയ്ഡ് ടു ഹിസ് ഫ്രണ്ട്സ്. പ്ലീസ് എന്നാണ് ഒന്നുകൊണ്ട് അതൊരു റിക്വസ്റ്റ് ആണല്ലേ. രാഹുൽ റിക്വസ്റ്റഡ് ഹിസ് ഫ്രണ്ട്സ്
നോട്ട് ടു, പ്ലീസ് ഡോണ്ട് സ്മോക്ക്, ഡോണ്ട് എന്ന് വന്നുകൊണ്ട് അവിടെ എന്തായി നോട്ട് ടു എന്ന് നമ്മൾ ചേർത്തു. നോട്ട് ടു സ്മോക്ക് ഇൻ ഹിസ് റൂം, നോട്ട് ടു സ്മോക്ക് ഇൻ ഹിസ് റൂം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് അല്ലേ, ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ ക്യാൻ യു, കുഡ് യു, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ക്യാൻ യു, കുഡ് യു, വിൽ യു. പക്ഷേ ഈ മോസ്റ്റ്ലി ഈ ക്യാൻ യു, കുഡ് യു, വിൽ യു, വുഡ് യു ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ കൂടുതലായിട്ട് റിക്വസ്റ്റുകളാണ്, റിക്വസ്റ്റായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക് ഫോർ വൺ ഡേ, കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക് ഫോർ വൺ ഡേ, സോജൻ സേഡ് ടു മീ. അതൊരു റിക്വസ്റ്റ് ആണല്ലേ, അത് റിക്വസ്റ്റ് ആയതുകൊണ്ട് സോജൻ റിക്വസ്റ്റഡ് മീ ടു ലെൻഡ് ഹിം മൈ ബൈക്ക് ഫോർ വൺ ഡേ. കുഡ് യു എന്നുള്ളത് എന്തായി റിക്വസ്റ്റ് ആയതുകൊണ്ട് റിക്വസ്റ്റഡ് മീ ടു ലെൻഡ്, കുഡ് യു എന്നുള്ളത് ആ സെൻറ്റൻസ് തന്നെ ഒഴിവായിട്ട് ടു ലെൻഡ് ഹിം, യു എന്നുള്ളത് ലെൻഡ് കഴിഞ്ഞിട്ട് വന്നു, ലെൻഡ് ഹിം മൈ ബൈക്ക് ഫോർ വൺ ഡേ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദർ ആർ ആൾസോ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ സജഷൻസ്. ചില സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സജഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദർ ആർ ക്വസ്റ്റ്യൻസ് ഒക്കെ സജഷൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. നോക്കാം. വൈ ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് വെൽ, സോഹൻ സെഡ് ടു മീ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാത്തത്? അവിടെ അതൊരു സജഷനാണ്. സോഹൻ സജസ്റ്റഡ് ടു മീ ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ് വെൽ. അതൊരു ചോദ്യമാണ്, ആ ഒരു ക്വസ്റ്റ്യനാണ്. വൈ ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് വെൽ, എന്തോ ഇംഗ്ലീഷ് നന്നായി പഠിക്കാത്തതെന്നുള്ള ആ ചോദ്യം, അതിന് ഉത്തരമായിട്ട് എന്താണ്, ഉത്തരമല്ല വേണ്ടത്. നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ളതിന് പകരം അത് അവിടെ എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അതൊരു സജഷനായിട്ട് നീ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം എന്നുള്ള സജഷനായിട്ട് ആ ഒരു ക്വസ്റ്റ്യനെ മാറ്റുകയാണ്. നീ ഇംഗ്ലീഷ് നന്നായി, വൈ ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് വെൽ, നീ എന്താ ഇംഗ്ലീഷ് നന്നായി പഠിക്കാത്തത് എന്നുള്ള ആ ചോദ്യം അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്, നീ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു ധ്വനിയാണ് ആ ചോദ്യത്തിലുള്ളത്. അപ്പോൾ സോഹൻ സജസ്റ്റഡ് ടു മീ ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ് വെൽ. നോക്കാം. ലെറ്റ്സ് ഗോ ടു ഫിലിം, ഷാഹിന സെയ്ഡ്. ആ ഒരു സെൻറ്റൻസ് എങ്ങനെയൊക്കെ, ഷാഹിന സജസ്റ്റഡ് ഗോയിങ് ടു ഫിലിം. അത് സെൻറ്റൻസ് നോക്കാം. വാട്ട് അബൌട്ട് ഗോയിങ് ടു ഫിലിം, ഷാഹിന സെയ്ഡ്. ഷാഹിന സജസ്റ്റഡ് ദാറ്റ് വി ഓർ ദേ ഷുഡ് ഗോ ടു എ ഫിലിം. നമുക്ക് ഈ സെൻറ്റൻസ് ഇതിന് മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻ, ചെറിയ ഭാഗമാണ്. റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷൻ, നിങ്ങൾക്ക് അറിയാം എന്താണ് എക്സ്പ്ലനേഷൻ എന്നല്ലേ. എക്സ്ക്ലമേഷൻ നമ്മൾ ആശ്ചര്യം കാണിക്കുക, ആശ്ചര്യം, ഞെട്ടൽ, സങ്കടം, ഇങ്ങനെയുള്ള അത്ഭുതം, നമ്മുടെ ഭാവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആർ യൂഷ്വലി ചേഞ്ച്ഡ് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും, സോ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നു. വി ഡോണ്ട് യൂസ് ദ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്ക് സാധാരണ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉണ്ടാവും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിലൊക്കെ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ആ എക്സ്ക്ലമേറ്ററി സിമ്പിൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കുന്നില്ലേ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കുന്നത് പോലെ തന്നെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ നമ്മൾ ഒഴിവാക്കുന്നത്. ദ മോസ്റ്റ് കോമൺ റിപ്പോർട്ടിംഗ് വെർബ്സ് ആർ എക്സ്ക്ലൈം ആൻഡ് സേ. നമ്മൾ എക്സ്ക്ലമേഷൻ സെൻറ്റൻസിൽ എക്സ്ക്ലമേറ്ററി വെർബായിട്ട് ഉപയോഗിക്കുന്നത് എക്സ്ക്ലൈം അല്ലെങ്കിൽ സേ എന്നുള്ളത് രണ്ട് വാക്കുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, എക്സ്ക്ലൈം അല്ലെങ്കിൽ സേ. വേർഡ്സ് നോട്ട് എസെൻഷ്യൽ ടു ദ മീനിങ് സച്ച് ആസ് ഹെലോ, ഓ, അലാസ്, ഗുഡ്, ഹെവൻസ്, ഹുറേ, ബ്രാവോ ഷുഡ് ബി ഒമിറ്റഡ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് നിങ്ങൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ കാണാൻ പറ്റുന്നതാണ് ഈ, അതായത് സെൻറ്റൻസുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ എന്തിനാണ് ആ സെൻറ്റൻസ് ആ വാക്കുകൾ ഉപയോഗിക്കുക, ഈ ഹെലോ, ഓ, അലാസ്, ഗുഡ്, ഹെവൻസ്, ഹുറേ, ബ്രാവോ ഇതൊക്കെ ആ ഒരു ഫീലിംഗ് കാണിക്കാൻ, ഈ പറയുന്ന ആളുടെ ഫീലിംഗ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാക്കുകളൊന്നും തന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും അത് ആ സെൻറ്റൻസിൻ്റെ മീനിങ് ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. പറയുന്ന വ്യക്തിയുടെ ഫീലിംഗ് എന്താണോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെൻറ്റൻസ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഓ, അത് നമുക്ക് സങ്കടമാവാം, എന്താവാം. ഹലോ, നമ്മൾ ഹാപ്പിനെസ് കാണിക്കുന്നത്. അലാസ്, ദുഃഖം കാണിക്കുന്നതാണ്. ഗുഡ് അല്ലേ, നല്ലതാണ്. ഹെവൻസ്, അത്
സങ്കടവും പേടിയും കൂടെ കാണിക്കുന്നതാണ് ഹെവൻസ് എന്ന് കാണിക്കുന്നത്. ഹുറേ സന്തോഷം, ബ്രാവോ അതും ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ഈ സെൻറ്റൻസ് അല്ല ഈ വാക്കുകളൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇഫ് നെസസറി ദർ സെൻസ് ഷുഡ് ബി ഇൻഡിക്കേറ്റഡ് ബൈ അഡ്വേർബ്സ്. അപ്പം ഇങ്ങനെയുള്ളത് ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം അതിൻ്റെ മീനിങ് എന്താണോ ആ ഒരു വാക്ക് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു സെൻസ് മാത്രം വേറെ എന്തെങ്കിലും അഡ്വർബ് ഉപയോഗിച്ച് കാണിക്കാൻ പറ്റും. നമുക്ക് ഇതിൽ എക്സാമ്പിൾ വരുന്നുണ്ട് താഴെ, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് അങ്ങനെയെന്നുള്ളത്. നമുക്ക് നോക്കാം. എക്സാമ്പിളോട് കൊടുത്തുള്ളത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഷീ ഈസ് മൈ ഫ്രണ്ട് സൈഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഷീ, എത്ര സുന്ദരിയായ പെൺകുട്ടിയാണത്. മൈ ഫ്രണ്ട് സൈഡ്, മൈ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ അത് എക്സ്ക്ലൈംഡ്, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. സേ അല്ലെങ്കിൽ എക്സ്ക്ലൈം, സൈഡ് അല്ലെങ്കിൽ എക്സ്ക്ലൈംഡ് ദാറ്റ് ഷീ വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ ഷീ ഈസ് എന്ന് കഴിഞ്ഞിട്ട് അവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. പക്ഷേ എക്സ്ക്ലമേറ്ററി മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ എക്സ്ക്ലമേറ്ററി സിമ്പൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ഹൗ സ്വീറ്റ് ഹെയർ വോയിസ് ഈസ് he said. He exclaimed that her voice was very sweet. Heavens, said the old woman, I have lost my purse. Heavens, ആ വാക്ക് the old woman cried in alarm. Heavens അതൊരു ദുഃഖം കാണിക്കുന്നതാണ്. അപ്പം cried in alarm, heavens എന്നുള്ള വാക്കിന് എന്ത് ചെയ്തു പകരമായിട്ട് നമ്മുടെ cried in alarm അല്ലെങ്കിൽ exclaimed bitterly എന്ന് ഉപയോഗിച്ചു. അത് നേരത്തെ പറഞ്ഞ അഡ്വർബ് വെച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ, അതാണത്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖം കാണിക്കാനാണ്, സങ്കടവും ദുഃഖവും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ദ ഓൾഡ് വുമൺ ക്രൈഡ് ഇൻ അലാം, സങ്കടത്തോടു കൂടി, അല്ലെങ്കിൽ എന്താണ് ക്രൈഡ് ഇൻ അലാം പറഞ്ഞാൽ പേടിയോട് കൂടിയാണ് അല്ലേ, പേടിച്ചുകൊണ്ടാണ്, ഞെട്ടലോട് കൂടി എന്നൊക്കെ അർത്ഥം. ഞെട്ടലോട് കൂടി കരഞ്ഞോ എന്താണ്, ഷി ഹാഡ് ലോസ്റ്റ് ഹെർ പേഴ്സ്. ഗുഡ് ഷി സെഡ്, ഗുഡ്. പക്ഷെ അവിടെ ഒറ്റ സെൻറ്റൻസ് ഉള്ളൂ, ഗുഡ് എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ആ ഗുഡ് എന്നുള്ളത് ഒരു അഭിനന്ദനമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്, ഷി ഗേവ് ആൻ എക്സ്പ്രഷൻ ഓഫ് പ്ലഷർ, സന്തോഷം അല്ലേ, സന്തോഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ നൽകി. ഷി ഗേവ് ആൻ എക്സ്പ്രഷൻ ഓഫ് പ്ലഷർ. ഇങ്ങനെ ഗുഡ് അങ്ങനെ ഒറ്റ വാക്കുകളാണ് വരുന്നതെങ്കിൽ അതോടെ സെൻറ്റൻസ് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, എക്സ്പ്രഷൻ പ്ലഷർ, അതുപോലെ ഈസ് വെർബ് ഗീവ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഗേവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത സെൻസ് നോക്കാം. രജനി സൈഡ് ഹാപ്പി ഓണം. രജനി വിഷ്ഡ് മീ ഓർ വിഷ്ഡ് അസ് എ ഹാപ്പി ഓണം. വിഷ്ഡ് അസ് ഓർ വിഷ്ഡ് മീ എ ഹാപ്പി ഓണം. കൺഗ്രാറ്റുലേഷൻസ് ജാബിർ സൈഡ്. ജാബിർ കൺഗ്രാറ്റുലേറ്റഡ് മീ. വിഷ് എ ഹാപ്പി ജേർണി. മൈ ഗേൾ ഫ്രണ്ട് സൈഡ്. മൈ ഗേൾ ഫ്രണ്ട് വിഷ്ഡ് മീ എ ഹാപ്പി ജേർണി. May God bless you, said the old woman to the boy. The old woman prayed that God might bless the boy. May ചേഞ്ച് ചെയ്ത് മൈറ്റ് ആയിട്ട് മാറില്ലേ. May God bless you, ദൈവം നിന്നെ രക്ഷിക്കട്ടെ, said the old woman to the boy. Old woman ആൺകുട്ടിയോട് പറഞ്ഞു. The old woman prayed that God might bless the boy. അപ്പം ആ വൃദ്ധയായ സ്ത്രീ പ്രാർത്ഥിച്ചു ദൈവം ആ കുട്ടിയെ രക്ഷിക്കട്ടെ എന്ന്. ഇതാണ് നമ്മുടെ എക്സ്ക്ലമേഷൻസ്. ഇനി മിക്സ്ഡ് ടൈപ്പ് ഉണ്ട്. മിക്സ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചില സെൻറ്റൻസുകളിൽ പലതരത്തിലുള്ള വാക്കുകൾ വരും. അതുപോലെ ചിലപ്പോൾ അത് എക്സ്പ്ലനേഷൻ വരും, അല്ല ക്വസ്റ്റ്യൻസ് വരും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ച് വരും. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കണം. ഇവിടെ നോക്കാം എക്സാമ്പിളായിട്ട്. when different kinds of sentence are mixed in that speech, each kind is introduced by a suitable reportive verb in indirect speech. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള സെൻറ്റൻസ്, അത് ക്വസ്റ്റ്യൻ ആവാം, അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആവാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവാം. ഇതെങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള സെൻറ്റൻസ് വരികയാണെങ്കിൽ, മിക്സഡ് സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഓരോ സെൻറ്റൻസും നമ്മൾ സെപ്പറേറ്റ് റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചിട്ട് എഴുതണം. ഓരോ സെൻറ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഡിഡ് യു പോസ്റ്റ് ദ ലെറ്റർ? ഇറ്റ് ഷുഡ് റീച്ച് മൈ മാനേജർ ഓൺ ഫ്രൈഡേ, ഹി സെഡ് ടു മീ. ഡിഡ് യു പോസ്റ്റ് ദ ലെറ്റർ? അതൊരു ചോദ്യമല്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഷുഡ് റീച്ച് മൈ മാനേജർ ഓൺ ഫ്രൈഡേ, അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഷുഡ് റീച്ച് മൈ മാനേജർ ഓൺ ഫ്രൈഡേ. ചോദ്യം ചോദിച്ചതിന് ശേഷം അടുത്ത വരിയിൽ പറയുന്നതാണ് അത് നിർബന്ധമായിട്ടും എൻ്റെ മാനേജറെ അടുത്ത് എത്തിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് രണ്ടെണ്ണം തന്നെ, രണ്ട് സെൻറ്റൻസാണ്, രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് രണ്ടും ആ രണ്ട് രീതിയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് പോസ്റ്റഡ് ദ ലെറ്റർ. ഹി ആസ്ക്ഡ് മീ ഡിഡ് യു പോസ്റ്റ് ദ ലെറ്റർ? ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ്
പോസ്റ്റഡ് ദ ലെറ്റർ. പിന്നെ ആൻഡ് എന്ന് വെച്ചാൽ രണ്ടാമതൊരു സെൻറ്റൻസ് കൂടെ വരുന്നതുകൊണ്ടാണ്. ആൻഡ് സെയ്ഡ് ദാറ്റ്. വീണ്ടും അവിടെ ഹീ സെയ്ഡ് ദാറ്റ് എന്ന് ഉപയോഗിക്കേണ്ട, അതിന് പകരം ആൻഡ് സെയ്ഡ് ദാറ്റ് ഇറ്റ് ഷുഡ് റീച്ച് ഹിസ് മാനേജർ ഓൺ ഫ്രൈഡേ. ഇറ്റ് ഷുഡ് റീച്ച് ഹിസ് മാനേജർ ഓൺ ഫ്രൈഡേ. അവൻ്റെ മാനേജർ എടുത്തത് വെള്ളിയാഴ്ച തന്നെ എത്തിച്ചേരണം. ഓ ഡിയർ, ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ പേഴ്സ്, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് സം മണി, ഭാസ്കരൻ സേഡ്. ഓ ഡിയർ, ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ പേഴ്സ്, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് സം മണി, ഭാസ്കരൻ സേഡ്. ഈ സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗം ഈ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത സമയത്ത്, സ്കാൻ ചെയ്ത സമയത്ത് അത് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ 66ാമത്തെ പേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കാണാൻ പറ്റും. അപ്പം അതിൻ്റെ ഉത്തരം ഇങ്ങനെ വരുന്നത്, ഭാസ്കരൻ എക്സ്ക്ലൈംഡ് ബിറ്റർലി, ഓ ഡിയർ എന്ന് പറഞ്ഞില്ല, സങ്കടത്തോട് പറഞ്ഞാൽ എക്സ്ക്ലൈംഡ് ബിറ്റർലി ദാറ്റ് ഹി ഹാഡ് ഫോർഗോട്ടൻ ടു ടേക്ക് ഹിസ് പേഴ്സ്. ഹി ഹാഡ് ഫോർഗോട്ടൻ ടു ടേക്ക് ഹിസ് പേഴ്സ്. പിന്നെ എന്താണ്, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് സം മണി. കുഡ് യു ഹെൽപ്പ് മീ വിത്ത് സം മണി എന്നുള്ളത് റിക്വസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്തു, ആൻഡ് റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം വിത്ത് സം മണി. ആൻഡ് റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം വിത്ത് സം മണി. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതോടുകൂടി റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷനും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഇമ്പരേറ്റീവ്സും, ഈ രണ്ടോട് കൂടി നമ്മൾ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് ഡാറ്റ ഇൻഡയറക്റ്റ് സ്പീച്ച് അവസാനിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ എക്സസൈസ് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പം ഈ ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്. 3ാമത്തെയും 4ാമത്തെയും എക്സസൈസുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് സ്പീഡ് കുറച്ച് എടുത്തു തരാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.